ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടദോശയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ട സാധനങ്ങൾ: അര കപ്പ് പച്ചരി, അര കപ്പ് ഡൊപ്പിയരി, അര കപ്പ് തോരൻ പരിപ്പ്, അര കപ്പ് ചെറുപയർ, അര കപ്പ് കടലപ്പരിപ്പ്, ഹാഫ് കപ്പ് ഉഴുന്ന് കുറച്ച് മതി. ഇതെല്ലാം കൂടി 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയായി എടുക്കണം. കുറച്ച് വെള്ളവും വീത്തി കുതിർക്കാൻ വയ്ക്കണം. ഒരു 4-5 മണിക്കൂർ കോരണം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരി കുതിർന്നൊന്ന് നോക്കാം. അരി നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. ഇനി ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. തരിതരിപ്പായി ആണ് അടദോശയ്ക്ക് അരയ്ക്കാൻ. നല്ലവണ്ണം അരഞ്ഞു പോകാൻ പാടില്ല. അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കി വന്നതും കൂടി അരയ്ക്കാം. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് മുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കായപ്പൊടി. ആദ്യം മുളകിട്ട് അരയ്ക്കാം. 10-20 മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതും ഒന്ന് അരച്ച് ചെറുതായിട്ട് അരഞ്ഞാൽ മതി. അതും ഒന്ന് അരഞ്ഞ് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇട്ട് അരച്ച് അതിലേക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കാം. ഇത് അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് ഇളക്കി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം യോജിപ്പിച്ച് ഇളക്കി മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഒരു കട്ടിച്ചമ്മന്തിയാണ്. പച്ചമുളക്, കുറച്ച് പുളി, 2 ഉള്ളി, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ലവണ്ണം അരയുണ്ട. അതും റെഡിയായി. നമുക്ക് മാറ്റി വയ്ക്കാം. ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് നല്ല ക്രിസ്പിയായി ചുട്ടെടുക്കാം. ഒരെണ്ണം കൂടി ചുട്ടെടുക്കാം. നല്ല ക്രിസ്പിയായ ദോശ റെഡി. അതിൽ ചൂട് ചായയും ഈ ദോശയും ചമ്മന്തിയും കൂടി നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇത് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബായ്.